ബിഗ് ബോസ് മലയാളം സീസൺ 7 നിങ്ങൾ നോക്കിക്കോ. ഈ വീക്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അനുമോളെ നിർത്തി പൊരിക്കും കേട്ടോ. നിർത്തി പൊരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി തൂക്കി ഇല്ല മീൻ പൊള്ളിച്ച മീൻ തൊലി ഉരിക്കുമല്ലോ അതുപോലെ ഉരിച്ചെടുക്കും. വേറൊന്നുമല്ല, അനുമോളെ വായിന്ന് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ വീണു. അതാണ് പ്രശ്നം. ഇപ്പം ലാലേട്ടൻ എന്നല്ല, ബിഗ് ബോസിന് എന്തെങ്കിലുമൊക്കെ അനുമോളെ ഭാഗത്തുനിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയെന്നല്ലോ, അനുമോളെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഈ ആഴ്ച ലാലേട്ടൻ വരുന്ന സമയത്ത് അനുമോളെ നിർത്തിപ്പൊരിക്കും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ PR-ഉമായിട്ട് ബന്ധപ്പെട്ട് അനുമോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആദിലെടുത്തും നൂറെടുത്തൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ അനുമോളെ വായിന്ന് ഒന്ന് രണ്ട് മണ്ടത്തരങ്ങളൊക്കെ വീണുപോയി. അപ്പം PR കൊടുക്കുവാന്ന് പറഞ്ഞാൽ PR-ന്റെ കേസ് കിട്ടില്ല. അതിനകത്ത് വഴക്ക് പറയേണ്ട കാര്യമില്ല. PR ഏൽപ്പിക്കാതിരിക്കുമോ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ബിഗ് ബോസ് ടീം എന്ത് ചെയ്യാനാ? ഇപ്പം PR ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഇല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ PR എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം PR എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് കൊണ്ട് തള്ളിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് വോട്ട് അങ്ങോട്ട് കുത്തി കൊടുക്കുന്ന പരിപാടിയാണ് ഈ PR എന്നാണ് വിചാരിക്കുന്നത്. അനുമോള് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അനുമോള് പറയുന്നത് വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വെളിയിൽ ഡിഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരെയാണ് ഞാൻ കാണുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ അത് വളച്ചൊടിച്ചാണ് PR ഏറ്റെടുത്തേക്കുന്ന ആൾക്കാർ പരിപാടി തുടങ്ങിയിരിക്കുന്നത്, ഡീഗ്രേഡിങ് പരിപാടി. അനുമോൾ അവിടെ പറയുന്നത് എന്താണ്? PR എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്, റീൽസ് ആക്കി ഇടാനൊക്കെ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. അയാളാണ് എൻ്റെ PR. അതിലെന്താണ് തെറ്റ്? അങ്ങനെ പറഞ്ഞതിന് എന്താണ് തെറ്റ്? സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യിക്കുന്നതാണ്. അവരവർ പോകുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക് അത് ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം എഡിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ, സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം അനുവിൻ്റെ അച്ഛനോ അനുവിൻ്റെ അമ്മയോ പോട്ട് അവിടെ വേറുള്ള കണ്ടസ്റ്റൻസ് ഇപ്പം ഈ സോഷ്യൽ മീഡിയ എഡിറ്റിംഗ് ആപ്ലിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാവും? ഇല്ല. അപ്പം സാധാരണപ്പെട്ട വീട്ടുകാർ അത് എന്ത് ചെയ്യും? അവർക്ക് അറിയാത്തതുകൊണ്ട് അത് ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാർക്ക്, ചിലപ്പോൾ ഫ്രണ്ട് വഴി കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അത് കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങൾ റീൽസ് ആക്കി കട്ട് ചെയ്ത് ഇതാക്കി ഷോർട്ടാക്കി ഇട്ടോളാൻ പറഞ്ഞിട്ട് ഏൽപ്പിക്കും. അപ്പം അതിന് അങ്ങനെ ഏൽപ്പിക്കുന്ന ഒരാൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് PR വർക്ക് ഏറ്റെടുത്ത് കൊടുത്ത ഒരാളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നോർമലി എല്ലാവരും അങ്ങനെ ചെയ്യുന്നയാടേ. അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഇപ്പം എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വരുന്നുണ്ട്, റീൽസ് വരുന്നുണ്ട്, എല്ലാ ചപ്പും ചവറും വരുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ ആരാണ് ഇടുന്നത്? അവരെ ഏൽപ്പിക്കുന്ന വ്യക്തികളാണ് ഇടുന്നത്. അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന വ്യക്തികൾ അവരെ വീഡിയോസും കാര്യങ്ങളും ഷോർട്സ് വീഡിയോസും ഇടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ അതിൽ കൂടുതലായിട്ട് അവർ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇവിടെ അനുമോക്ക് 16 ലക്ഷം രൂപയുടെ PR ഉണ്ടെന്ന് പറയുന്നു. 10 ലക്ഷം രൂപയുടെ PR ഉണ്ടെന്ന് പറയുന്നു. 10 ലക്ഷം രൂപയുടെ PR പണി ഏതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിന് മാത്രം ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവരവിടെ കളിക്കുന്ന ഗെയിമിന്റെ അടിസ്ഥാനത്തിലല്ലേ ജനങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്? ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പം ഈ ഒരു അനുമോൾ അവിടെ പറയുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത് കുറെ ആൾക്കാർ വളച്ചൊടിച്ച് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുറത്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുമോൾ PR ഉണ്ട് എന്ന് പറഞ്ഞതും ആൾക്കാരത് വേറെ രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുപോവാണ്. അനുമോൾക്ക് PR ഉണ്ട്, അനുമോൾ സമ്മതിച്ചു, അക്സെപ്റ്റ് ചെയ്തു, ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറെ ആൾക്കാർ രംഗത്ത് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ അനുമോളുടെ ഭാഗത്തു നിന്നുള്ളൊരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ നിർത്തി പൊരിക്കും എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് PR ഉണ്ട്, അതുപോലെ ബിന്നിക്ക് PR ഉണ്ട്, അത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിങ്ങൾ നോക്കിക്കോ, ലാലേട്ടൻ ഫയർ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഫസ്റ്റിലെ വന്നിട്ട് പറയും, അനുമോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇല്ലല്ല, ഇതിനു മുമ്പ് ഒരു വിഷയം നടന്നല്ലോ ആര്യൻ്റെയും ജിസയിലുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? അതുപോലെ ആയിരിക്കും PR വന്ന് ചോദിക്കുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഇതുപോലെ വന്ന ഉടനെ അല്ലേ ചോദിച്ചു, അനുമോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കണ്ടെന്ന് പറയുന്ന കാര്യം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിച്ചില്ലായിരുന്നു? അതുപോലെ ആയിരിക്കും മിക്കവാറും ഇവിടെയും വന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത്. അനുമോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കാണിക്കാൻ പറയും. പിന്നെ അപ്പം അനുമോൾ അവിടെ ചിലപ്പം എന്തെങ്കിലും പറയുമായിരിക്കും, ചിലപ്പം തെളിവ് എൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിയുന്ന സമയത്ത് ലാലേട്ടൻ വീണ്ടും ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ തെളിവില്ലാതെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? മറ്റുള്ളവരെ പറ്റിയിട്ട് എന്തിനാണ് മോശമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന അനുമോൾ? നാണമുണ്ടോ അനുമോൾ? ഇങ്ങനെ ചോദിക്കാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട്.
കാരണം അതങ്ങനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം പുള്ളിക്കാരി ഇപ്പം ലൈവിനകത്ത് നമ്മളാരും ഈ അക്ബറോ അല്ലെങ്കിൽ മറ്റുള്ള ബിന്നിയോ അവർക്ക് പി ആർ ഉണ്ടെന്ന് പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത സ്ഥിതിക്ക്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കാണാത്ത സ്ഥിതിക്ക് അനുമോൾ അത് കണ്ടു കേട്ടു, അനുമോൾക്ക് അറിയാമെന്നുള്ളൊരു ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് അനുമോൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ തെളിവ് കാണിക്കാൻ പറയും. പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോളടുത്ത് അങ്ങനെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ബിന്നിയെടുത്തും ഉറപ്പായിട്ട് ചോദിച്ചിരിക്കണം. കാരണം അനുമോക്ക് 16 ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെന്ന് അനുമോള് ബിന്നിയെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നിയും വെളിപ്പെടുത്തുന്നല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ബിന്നിയെടുത്തും ചോദിക്കണം, നിങ്ങൾ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളതിൽ എന്താ തെളിവ്, നിങ്ങളുടെ താരാ പറഞ്ഞതെന്ന് ബിന്നിയെടുത്തും ചോദിക്കണം. എന്നാൽ അതിന് ന്യായമുണ്ട്. ഇപ്പം ബിന്നി പറഞ്ഞിട്ടുള്ള ഈ കേസ് കിട്ടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അനുമോള് ബിന്നിയെടുത്ത് 16 ലക്ഷം രൂപയുടെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞാൻ ലൈവിനകത്തോ ഞാൻ എപ്പിസോഡിനകത്തോ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഇനി അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നേ വെളിയിലും അത് ചർച്ചയായേനെ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോളെ വായിന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അന്നേ ചർച്ചയായേനല്ലോ. അന്നേ അത് ഔട്ട് പോയി സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വൈറലായേനെ അല്ലേ. അതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങൾ അന്നേ വന്നേനെ. ബിഗ് ബോസ് പോലും കേട്ടിട്ടില്ല. ബിഗ് ബോസ് ഉറപ്പായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോണ്ടന്റ് എന്തായാലും ബിഗ് ബോസ് വെളിവിടാതിരിക്കത്തില്ലോ. പ്രത്യേകിച്ച് അനുമോളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു സംഭവമാണ്. അപ്പം എന്തായാലും ബിഗ് ബോസ് അത് വെളിവിടും. ബിഗ് ബോസും വെളിവിട്ടിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇങ്ങനൊരു ടാസ്ക് കൊടുത്തപ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വരുന്നത്. അത് കുറേ ആൾക്കാർ പിടിച്ചു വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് ഏതൊക്കെ തലത്തിലോട്ട് കൊണ്ടെത്തിക്കാവോ ഡീഗ്രേഡിങ് ചെയ്ത്, ആ ഡീഗ്രേഡിങ് ചെയ്യേണ്ട രീതിയിലെല്ലാം ഡിഗ്രേഡ് ചെയ്ത് ആ തലത്തിലോട്ട് കൊണ്ടെത്തിച്ചു വെച്ചേക്കുവാണ്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ജെന്യൂനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും കൂടെ എല്ലാം ഇതിൽ പട്ടിയാക്കുന്ന ഉള്ള രീതിയിലാണ് ഇപ്പം ഡിഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെയും കൂടെ ഈ പറഞ്ഞിട്ടുള്ള പി ആർ ആക്കി വെച്ചുകൊണ്ടാണ് കുറേ പി ആർ പരിപാടി നടത്തുന്ന കുറേ ആൾക്കാർ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനൊരു സംഭവത്തിൽ അനുമോളെ ഫയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ബിന്നിയും ഫയർ ചെയ്തേ പറ്റൂ. ഈ 16 ലക്ഷം രൂപ കൊടുത്ത് പി ആർ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം 16 ആയിരുന്നു, പിന്നെ 13 അപ്പം ഷാനവാസും അക്ബറും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിനകത്ത് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് തലയിൽ കൈ വെച്ച് 16 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതിനോട്ട് ബിഗ് ബോസ് വേണ്ടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് എന്തൊക്കെ ചെയ്തേനെന്ന് ഷാനവാസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സാമാന്യം ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. 16 ലക്ഷം രൂപ കൊടുത്ത് ബിഗ് ബോസിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന്. അവിടെ ഷാനവാസും അക്ബറും തമ്മിലൊരു കോൺവെർസേഷനകത്ത് അവർ തന്നെ തലയിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നു, 16 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാനാണ്, അതിന് മാത്രം ഇവിടെ എന്താണ് ഉള്ളതെന്ന്. അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പെട്ട ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഗെയിം കളിക്കുവാണെങ്കിൽ, മൈൻഡ് ഗെയിം കളിക്കുവാണെങ്കിൽ, ഇമോഷണലി ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എന്തിനാണ് ഈ പി ആറിൻ്റെ ആവശ്യം? അവിടെ കുറേ ആൾക്കാർ ഇത് അനുമോക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അവിടെ ഭയങ്കര ഇതായിട്ട് നിൽക്കുവാണ്. സംഭവം അന്തം വിട്ട് നിൽക്കുവാണ്. ആ അന്തം വിട്ട് നിൽക്കുന്ന ടീമുകളായിരിക്കും ഏറ്റവും വലിയ അവിടെ പി ആർ കൊടുത്ത് കയറിയിട്ടുള്ളത് അല്ലേ. എന്തായാലും ഈ ഒരു വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് കൊണ്ടിടും, ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, അനുമോളെ നിർത്തിപ്പൊരിക്കും, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ്, കാരണം അക്ബറിന് പി ആർ ഉള്ളതായിട്ട് എനിക്കറിയാം, അതുപോലെ ബിന്നിക്ക് പി ആർ ഉള്ളതായിട്ടുള്ള എനിക്കറിയാം, ആർക്കൊക്കെ ഇവിടെയൊക്കെ പി ആർ ഉള്ളതായിട്ട് എനിക്കറിയാം എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പം അത് തെളിവ് കാണിക്കാൻ പറയും. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിന് നിങ്ങൾക്ക് അറിയാൻ, നിങ്ങളെ കയ്യിൽ തെളിവുണ്ടോ, ഒരാൾക്ക് പി ആർ ഉണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അനുമോൾ അവിടെ മണ്ടത്തരമാണ് കാണിച്ചത്. അങ്ങനെ ഒരു സംസാരമൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അത് അതിനെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുക. ഒന്നുകിൽ അത് പി ആർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ട്, നിങ്ങൾക്ക് ഇപ്പം എന്താ വേണം, നിങ്ങളെ കാര്യം നോക്കുക, അത്രയും പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.